കുന്നംകുളത്ത് വികസനത്തിന്റെ വസന്തമൊരുക്കി പിണറായിക്കാലം. വികസനമെന്നത് സ്വപ്നമല്ലെന്നും യാഥാർത്ഥ്യമാണെന്നും അനുഭവവേദ്യമായ 8 വർഷം. കുന്നംകുളം നിവാസികളുടെ പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നങ്ങൾ ഒന്നൊന്നായി സാക്ഷാത്കരിച്ച വികസനകാലം. ദന്തഗോപുരവാസികൾക്ക് മാത്രം പ്രാപ്യമായിരുന്ന വികസനം അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് ഇറങ്ങിവന്ന ഒരു കാലത്തിനാണ് വർത്തമാന കേരളം സാക്ഷ്യം വഹിക്കുന്നത്. നാടും നഗരവും കാടും മേടും കുന്നും പുഴയും തുടങ്ങി സർവ്വമേഖലയും വികസനം എന്നത് പൊള്ളയായ വാഗ്ദാനമല്ലെന്ന് തിരിച്ചറിഞ്ഞ നവകേരളകാലം. ഒന്നാം പിണറായി സർക്കാരും ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണത്തിലൂടെ അധികാരത്തിലെത്തിയ രണ്ടാം പിണറായി സർക്കാരും കുന്നംകുളം മണ്ഡലത്തിന്റെ വികസനത്തിനായി ചെലവഴിച്ചത് 1500 കോടിയോളം രൂപ. താലൂക്കും ബസ് ടെർമിനൽ തുടങ്ങിയ പതിറ്റാണ്ടുകൾ നീണ്ട ആവശ്യങ്ങൾ സാധ്യമാക്കിയതോടെ വികസന രംഗത്തെ കുന്നംകുളത്തിന്റെ വർഷങ്ങളായുള്ള കിതപ്പ് കുതിപ്പായി മാറുകയാണ്. കുടിവെള്ളവും റോഡുകളും തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് മുതൽ സമസ്ത മേഖലകളിലേക്കും വികസന വെളിച്ചമെത്തിക്കാൻ കഴിഞ്ഞത് ജനകീയ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ബലത്തിലായിരുന്നു. പല വിധത്തിലും സംസ്ഥാനത്തെ ഞെരുക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും ജനനന്മ സാധ്യമാക്കാനാണ് സർക്കാർ നിലകൊള്ളുന്നത്. ഈ 7.5 വർഷക്കാലം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് എല്ലാ മേഖലയിലും സംഘടിപ്പിച്ചിട്ടുള്ളത്. അസാധ്യമെന്ന് കരുതിയിരുന്ന ഈ നാട്ടിൽ ഇനിയൊരു കാലത്തും നടക്കില്ലെന്ന് കരുതിയിരുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും ഈ ഗവൺമെൻറ്റുകൾക്ക്, സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾക്കായി. ആ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടം നല്ല പോലെ ഉണ്ടായ മണ്ഡലങ്ങളിലൊന്നാണ് കുന്നംകുളം. 5 പതിറ്റാണ്ട് നീണ്ട കുന്നംകുളം ജനതയുടെ സ്വപ്നമായിരുന്നു കുന്നംകുളം താലൂക്ക്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് നീണ്ട കാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മുഖ്യമന്ത്രി താലൂക്ക് പ്രഖ്യാപനം നടത്തിയത്. 2018 മാർച്ച് മാസം 31-നാണ് കുന്നംകുളം താലൂക്ക് യാഥാർത്ഥ്യമായത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ കുന്നംകുളം നഗരസഭ, കടവല്ലൂർ, കാട്ടകാമ്പാൽ, പോർക്കുളം, ചൊവ്വന്നൂർ, കടങ്ങോട്, വേലൂർ, എരുമപ്പെട്ടി പഞ്ചായത്തുകളിലെയും മണലൂർ നിയോജക മണ്ഡലത്തിലെ ചൂണ്ടൽ, കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിലെയും വില്ലേജുകൾ ഉൾപ്പെടുത്തിയാണ് താലൂക്ക് രൂപീകരിച്ചത്. കുറുക്കൻപാറയിലെ താഞ്ചൻകുന്ന് മൈതാനത്ത് 22.5 കോടി രൂപ ചിലവഴിച്ച് താലൂക്ക് ഓഫീസിനായുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ടെൻഡർ നടപടികൾ പൂർത്തിയായി അന്തിമഘട്ടത്തിലാണ്. താഞ്ചൻകുന്നത്ത് നിർമ്മിക്കുന്ന റവന്യൂ ടവറിന്റെ ചുറ്റുമതിൽ നിർമ്മാണം 1.4 കോടി രൂപ ചിലവഴിച്ച് ആരംഭിച്ചു. കുന്നംകുളം താലൂക്ക് യാഥാർത്ഥ്യമായതോടെ തലപ്പിള്ളി താലൂക്ക് ആസ്ഥാനമായ വടക്കാഞ്ചേരിയിലേക്കുള്ള യാത്ര ഒഴിവായതിന്റെ ആശ്വാസവും ജനങ്ങൾക്കുണ്ട്. പോർക്കുളം സ്മാർട്ട് വില്ലേജ് യാഥാർത്ഥ്യമാക്കിയതിനൊപ്പം 55 ലക്ഷം രൂപ ചിലവഴിച്ച് കോട്ടപ്പുറം ചിറ്റണ്ട ഗ്രൂപ്പ് വില്ലേജും 50 ലക്ഷം രൂപ ചിലവിൽ വേലൂർ വില്ലേജും നിർമ്മാണം നടത്തുന്നതിനുള്ള ഭരണാനുമതിയും ലഭിച്ചു. കൂടാതെ മണ്ഡലത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളിലേക്കും ലാപ്ടോപ്പും പ്രിന്ററും MLA ഫണ്ട് വഴി നൽകി. നിത്യജീവിതത്തിൽ സാധാരണ ജനങ്ങൾ ഏറ്റവും ആശ്രയിക്കുന്ന വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കാനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തോട് ചേർന്ന് നിൽക്കുകയാണ് കുന്നംകുളം മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകൾ. താലൂക്ക് പോലെ തന്നെ കുന്നംകുളം ഏറെക്കാലമായി ആഗ്രഹിച്ച മറ്റൊരു സ്വപ്നമായിരുന്നു ബസ് സ്റ്റാൻഡ്. 2 പതിറ്റാണ്ടോളം നീണ്ട ആ സ്വപ്നവും സാക്ഷാത്കാരമായത് പിണറായി ഭരണകാലത്താണ്. 2001-ൽ ഏറ്റെടുത്ത സ്ഥലം 3 ഭരണസമിതിയുടെ കാലത്തും യാഥാർത്ഥ്യമായിരുന്നില്ല. ഇച്ഛാശക്തിയോടെ ഭരണകൂടം പ്രാദേശിക ഭരണ സംവിധാനത്തോടൊപ്പം കൈകോർത്തതോടെ നഗരവാസികളുടെ സ്വപ്നം പൂവണിയുകയായിരുന്നു. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് 15.45 കോടി രൂപ ചെലവഴിച്ചാണ് യാഥാർത്ഥ്യമാക്കിയത്. കുന്നംകുളം അർബൻ ബാങ്കിന്റെ സാമ്പത്തിക സഹായവും MLA ഫണ്ടും ചേർത്താണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്ത ബസ് സ്റ്റാൻഡ് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പൂർത്തിയാക്കിയത്. തൃശൂരിന് ലാലൂർ എന്നതുപോലെയായിരുന്നു കുന്നംകുളത്തിന് കുറുക്കൻപാറ. 70 പതിറ്റാണ്ടുകളോളം മാലിന്യങ്ങൾക്കൊപ്പം ദുരിതം പേറിക്കഴിഞ്ഞിരുന്ന പ്രദേശവാസികളുടെ ജീവിതം മാറ്റിമറിച്ച് രാജ്യത്തിന് തന്നെ മാതൃകയായ മാലിന്യ സംസ്കരണ സമുച്ചയം യാഥാർത്ഥ്യമാക്കിയതും ഈ സർക്കാരാണ്. ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഗ്രീൻ പാർക്കായി കുറുക്കൻപാറ പരിണമിച്ചതോടെ കുന്നംകുളത്തിന്റെ മാലിന്യ സംസ്കരണ മാതൃക
ലോകരാജ്യങ്ങൾക്കും വിസ്മയമായി മാറി. മാലിന്യ സംസ്കരണം തൊഴിലവസരമായതോടെ നിരവധി കുടുംബങ്ങൾക്ക് വരുമാനത്തിനുള്ള മാർഗമായി ഗ്രീൻ പാർക്ക് മാറി. ജൈവ മാലിന്യ സംസ്കരണവും ചകിരി സംസ്കരണ യൂണിറ്റും അജൈവ മാലിന്യ സംസ്കരണവും ഉറവിട മാലിന്യ സംസ്കരണവും മാലിന്യ സംസ്കരണ സമുച്ചയത്തിൽ നടപ്പിലാക്കിയതോടെ ചെലവ് കുറഞ്ഞ ശാസ്ത്രീയ മാലിന്യ സംസ്കരണ മാതൃകയായി കുറുക്കൻപാറ ഗ്രീൻ പാർക്ക്. തരംതിരിച്ച പ്ലാസ്റ്റിക്കുകൾ, ജൈവവളം, ചകിരിനാര്, ബേബി ഫൈബർ, ചകിരിച്ചോറ് എന്നിവയുടെ ഉൽപാദനത്തിലൂടെ വിപണി കണ്ടെത്തി വരുമാന മാർഗമാക്കി മാറ്റാനും സാധിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതിനിധികൾ ഗ്രീൻ പാർക്ക് സന്ദർശിച്ച് കുന്നംകുളം മോഡലിനെ മുക്തകണ്ഠം പ്രശംസിച്ചത് പദ്ധതിക്കുള്ള അംഗീകാരം. സംസ്ഥാനത്താദ്യമായി മാലിന്യ സംസ്കരണ കേന്ദ്രത്തെ ഒരു പഠന ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഗ്രീൻ ടെക്നോളജി സെന്റർ സ്ഥാപിച്ച് പ്രവർത്തനമാരംഭിച്ചത് ഈ കാലയളവിലാണ്. കുന്നംകുളത്തിന്റെ അനുഭവങ്ങളെ, വിജയ മാതൃകകളെ ലോകത്തിന് പകർന്നുകൊടുക്കുന്ന ഈ സെന്ററിന്റെ ഉദ്ഘാടനം തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷാണ് നിർവഹിച്ചത്. നഗരസഭാ ഓഫീസ് കോമ്പൗണ്ടിനോട് ചേർന്ന് ആയിരങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന സുഭിക്ഷ ക്യാന്റീനിലെയും നഗരസഭാ ഓഫീസ് ശൌചാലയങ്ങളിലെയും ദ്രവമാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിന് തുടക്കം കുറിച്ച് കുന്നംകുളം നഗരസഭ നിശബ്ദ വിപ്ലവം തീർത്തു. കേരളത്തിലാദ്യമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 30 ലക്ഷം രൂപ ചെലവിൽ ഒരു ദ്രവമാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. കായിക മേഖലയിലും വികസനത്തിന്റെ പുത്തൻ സൂര്യോദയമാണ് കുന്നംകുളത്തിന് പിണറായി സർക്കാർ നൽകിയത്. അന്താരാഷ്ട്ര നിലവാരമുള്ള സിന്തറ്റിക് ട്രാക്ക് കം ഗാലറി, നാച്ചുറൽ ടർഫ്, ഇൻഡോർ സ്റ്റേഡിയം, സ്പോർട്സ് മെഡിസിൻ സെന്റർ, സ്പോർട്സ് ഡിവിഷൻ തുടങ്ങി കായിക കുതിപ്പിന് ഊർജ്ജമേകുന്ന പദ്ധതികളാണ് സർക്കാർ കുന്നംകുളത്തിനായി അനുവദിച്ചത്. 7.5 കോടിയോളം മുടക്കിയാണ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിന്റെ അധീനതയുള്ള സീനിയർ ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്ക് കം ഗാലറി നിർമ്മിച്ചത്. നാച്ചുറൽ ടർഫിന് 5.5 കോടിയും ഇൻഡോർ സ്റ്റേഡിയത്തിന് 2.2 കോടിയും ചെലവഴിച്ചു. കുന്നംകുളത്തിന് വീണ്ടും സ്പോർട്സ് ഡിവിഷൻ അനുവദിക്കുകയും നിലവിൽ 100ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠനത്തിനൊപ്പം വിദഗ്ധരായ പരിശീലകർക്ക് കീഴിൽ കായിക പരിശീലനം നടത്തുകയും ചെയ്യുന്നു. സ്പോർട്സ് മെഡിസിൻ സെന്റർ അനുവദിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ചിരിക്കുകയാണ്. ഭാവിയിൽ മികച്ച കായിക താരങ്ങളെ വാർത്തെടുത്ത് രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കാൻ പ്രാപ്തരാക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനൊപ്പം കുന്നംകുളം കേരളത്തിലെ പ്രധാന സ്പോർട്സ് ഹബ്ബായി മാറ്റുന്നതിനും പിണറായി സർക്കാർ നൽകിയ പിന്തുണ ശ്ലാഘനീയമാണ്. എരുമപ്പെട്ടി സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിനായി 2.2 കോടി രൂപയും വേലൂർ ഗ്രൗണ്ടിന് 1 കോടി രൂപയും കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിന് 80 ലക്ഷം രൂപയും അനുവദിച്ചു. ഗ്രാമങ്ങളിലെ കായിക താരങ്ങൾക്ക് വരെ മികച്ച പരിശീലനം ലഭ്യമാക്കുക എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ കായിക മേഖലയുടെ പുത്തൻ ഉണർവിന് ഗുണകരമാകുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നത്. ഭാവിയിൽ മികച്ച താരങ്ങളെ വാർത്തെടുക്കാനും കായിക ചരിത്രത്തിൽ ഇടം നേടി അഭിമാനമാകാനും കുന്നംകുളത്തിന് കഴിയും എന്നതിൽ തർക്കമില്ല. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കാൻ കുന്നംകുളത്തെ തെരഞ്ഞെടുത്തത് സംസ്ഥാനത്തെ മികച്ച സിന്തറ്റിക് ട്രാക്കാണെന്ന ടെക്നിക്കൽ കമ്മിറ്റി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. 2023 ഒക്ടോബറിൽ നടന്ന കായികമേള കുറ്റമറ്റ സംഘാടനത്തിലൂടെ ചരിത്രത്തിലിടം നേടുകയും ചെയ്തു. പത്മരാജന്റെയും ലോഹിതദാസിന്റെയും സിനിമകളിലെ ഫ്രെയിമുകളിലൂടെ മലയാളിക്ക് സുപരിചിതമാണ് കണ്ണാന്തളി പൂത്തുനിൽക്കുന്ന കലശമലയ്ക്കുന്ന. അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ തൂവാനത്തുമ്പികൾ, ഭൂതക്കണ്ണാടി, ഊമപ്പെണ്ണിനുരിയാട പയ്യൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിലാണ് കലശമലക്കുന്നിന്റെ പ്രകൃതിരമണീയമായ സൗന്ദര്യം ജനങ്ങൾ ആസ്വദിച്ചത്. 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് കലശമലയിലെ ടൂറിസം സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഇക്കോ ടൂറിസം വില്ലേജ് യാഥാർത്ഥ്യമാക്കിയത്. 2.25 കോടി രൂപ ചെലവഴിച്ച് ടൂറിസം വില്ലേജ് ആദ്യഘട്ടം പൂർത്തിയാക്കി മന്ത്രിയായിരുന്ന കടന്നപ്പള്ളി സുരേന്ദ്രൻ നാടിന് സമർപ്പിച്ചു. 12.5 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് ടൂറിസം വില്ലേജ് വിപുലപ്പെടുത്തി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതി അന്തിമഘട്ടത്തിലാണ്. 10 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. 2ാം ഘട്ടം പൂർത്തിയാക്കുന്നതോടെ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായി കലശമല മാറും. ഭാവിയിൽ ടൂറിസം ഭൂപടത്തിൽ കുന്നംകുളത്തെ അടയാളപ്പെടുത്താൻ കലശമല ഇക്കോ ടൂറിസം വില്ലേജിന് കഴിയുമെന്നതിൽ സംശയമില്ല. ടൂറിസം മേഖലയിലെ കുന്നംകുളത്തിന്റെ മുന്നേറ്റത്തിന് ഊർജം പകർന്ന് ഗുരുവായൂർ റോഡിൽ
ഇൻഫർമേഷൻ സെന്റർ യാഥാർത്ഥ്യമാക്കാനും സർക്കാരിന് ഇക്കാലയളവിൽ കഴിഞ്ഞു. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച കാലഘട്ടമാണിത്. കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീഴാറായ സർക്കാർ സ്കൂളുകളുടെ സ്ഥാനത്ത് ഹൈടെക് ക്ലാസ് മുറികളും അത്യാധുനിക ലാബ് സൗകര്യങ്ങളുമുള്ള കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിച്ച് വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം സർക്കാരിനും രണ്ടാം സർക്കാരിനും കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളിലും പുതിയ കെട്ടിടങ്ങൾ യാഥാർത്ഥ്യമാക്കി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതോടെ വിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കാനും കഴിഞ്ഞു. പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടിയും നിർവഹിച്ചു. വിദ്യാഭ്യാസം കച്ചവടമായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിൽ എന്ന വാർത്തകളാണ് കേട്ടിരുന്നതെങ്കിൽ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ വിദ്യാലയങ്ങളെ ഏറ്റെടുക്കുന്നതായിരുന്നു പിണറായി സർക്കാരിന്റെ ഭരണകാലം. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ കിരാലൂർ പരശുരാമ LP സ്കൂളും പുലിയന്നൂർ സെന്റ് തോമസ് സ്കൂളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട ഘട്ടത്തിൽ സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. അസാപ്പിന്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് യാഥാർത്ഥ്യമായതോടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലയിലും കുന്നംകുളം സ്വയം പര്യാപ്തത നേടി. അസാപ്പിന്റെ സ്റ്റീൽ സ്ട്രക്ചർ കെട്ടിടം 18 കോടി രൂപ ചെലവഴിച്ചാണ് പൂർത്തീകരിച്ചത്. സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾക്ക് മികച്ച രീതിയിൽ പരിശീലനം നൽകുന്ന അസാപ്പ് കുന്നംകുളത്തിന്റെ വികസന പാന്താവിൽ പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ 10 കോടി രൂപയോളം ചെലവഴിച്ചാണ് പുതിയ കെട്ടിട സമുച്ചയങ്ങൾ സാധ്യമാക്കിയത്. വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ ഉണർവിന് കരുത്തു പകരാൻ സർക്കാർ നിർലോഭമായാണ് ഫണ്ട് ചെലവഴിച്ചത്. ഭാവി തലമുറകളെ കൂടി ലക്ഷ്യം വെച്ചാണ് വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണം സർക്കാർ നടപ്പിലാക്കിയത്. വിദ്യാഭ്യാസ മേഖല പോലെ തന്നെ ഇക്കാലയളവിൽ വലിയ മാറ്റം നടന്ന മറ്റൊരു മേഖലയാണ് ആരോഗ്യമേഖല. സാധാരണക്കാരന്റെ ആശ്രയവും ആലംബവുമായ സർക്കാർ ആശുപത്രികൾ സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന നിലയിലുള്ള കെട്ടിട സമുച്ചയങ്ങളും സൗകര്യങ്ങളുമായി മാറിയ കാലഘട്ടമാണിത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ കുന്നംകുളം താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ നിയോജക മണ്ഡലത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ അടിമുടി മാറി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ 97 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിട സമുച്ചയത്തിനുള്ള തറക്കല്ലിടൽ പൂർത്തിയായി കഴിഞ്ഞു. ഡയാലിസിസ് യൂണിറ്റ്, പുതിയ ഓപ്പറേഷൻ തിയേറ്ററും ബ്ലോക്ക് അനുബന്ധ ഉപകരണങ്ങളും, പുതിയ ഔട്ട്പേഷ്യന്റ് വിഭാഗം, ഗൈനിക് വാർഡ്, പേ വാർഡ്, പാലിയേറ്റീവ് ബിൽഡിംഗ്, ഹീമോഫീലിയ ക്ലിനിക്, ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ്, കോവിഡ് കെയർ, ജനകീയ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ തുടങ്ങി വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളാണ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഇക്കാലയളവിൽ നടപ്പിലാക്കിയവയിൽ പ്രധാനം. എരുമപ്പെട്ടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ 8.5 കോടി രൂപ ചിലവഴിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി. പഴഞ്ഞി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കെട്ടിടത്തിന്റെ നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ പൂർത്തീകരിച്ചു. കൂടാതെ കുന്നംകുളത്തെയും പോർക്കുളത്തെയും ഹോമിയോ ആശുപത്രികളുടെ പുതിയ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു. കുന്നംകുളം ആയുർവേദ ആശുപത്രി കെട്ടിടവും ഈ കാലയളവിലാണ് പൂർത്തിയാക്കിയത്. മണ്ഡലത്തിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. സ്വകാര്യ ആശുപത്രികളിലുള്ളതിനേക്കാൾ മികച്ച ആരോഗ്യ സംവിധാനങ്ങളാണ് സാധാരണക്കാരന്റെ ആശ്രയമായ സർക്കാർ ആശുപത്രികളിൽ ലഭിച്ചത്. മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഫണ്ടാണ് പശ്ചാത്തല മേഖലയ്ക്കായി കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ കുന്നംകുളം നിയോജക മണ്ഡലത്തിലേക്ക് സർക്കാർ അനുവദിച്ചത്. 116 കോടി രൂപ ചെലവഴിച്ച് 18 മീറ്റർ വീതിയിലാണ് നഗരവികസനത്തിന്റെ ഭാഗമായുള്ള റോഡ് നിർമ്മാണം നടപ്പിലാക്കുന്നത്. കുന്നംകുളം റിംഗ് റോഡ്, ടൗൺ വികസനം, പെരുമ്പിലാവ് നിലമ്പൂർ റോഡ്, കാണിപ്പയ്യൂർ ബ്ലോക്ക് റോഡ്, സീനിയർ ഗ്രൗണ്ട് റോഡ്, ചാവക്കാട് വടക്കാഞ്ചേരി റോഡ്, വെട്ടിക്കടവ് റോഡ്, ചെറുവത്താനി റോഡ്, അഞ്ഞൂർ റോഡ് തുടങ്ങി ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി BMBC നിലവാരത്തിൽ മെച്ചപ്പെട്ട റോഡുകളാണ് മണ്ഡലത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിച്ചത്. പ്രധാന റോഡുകൾക്കൊപ്പം തന്നെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ
വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽപ്പെടുന്ന റോഡുകളും മികച്ച രീതിയിലാണ് നിർമ്മിച്ചത്. കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിച്ച ജില്ലയിലെ ആദ്യത്തെ റോഡായ അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡും നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി നൂതന സാങ്കേതിക വിദ്യയായ ജിയോ ടെക്സ്റ്റൈൽ ജിയോസെൽ ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന കേച്ചേരി അക്കിക്കാവ് റോഡ് നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. സംസ്ഥാന ബജറ്റിൽ കുന്നംകുളം മണ്ഡലത്തിലെ ആലുക്കൽ ചെറുവള്ളിക്കടവ് പാലം പുതുക്കി പണിയുന്നതിന് 19 കോടി രൂപ അനുവദിച്ചതും വികസനം അനസ്യൂതമായി തുടരുന്നു എന്നതിന് തെളിവാണ്. വികസന പരിപ്രേക്ഷ്യത്തിന്റെ പുതിയ മുഖത്തിനാണ് സർക്കാർ തുടക്കം കുറിക്കുന്നത്. റോഡുകൾക്കൊപ്പം കുടിവെള്ള പദ്ധതികൾ, അങ്കണവാടി കെട്ടിടങ്ങൾ, പഞ്ചായത്ത് ഓഫീസുകൾ തുടങ്ങിയവയുടെ നിർമ്മാണവും നവീകരണവും നടന്നു. പട്ടികജാതി കോളനികളുടെ നവീകരണം, ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഭവനങ്ങളുടെ കൈമാറ്റം തുടങ്ങി ജനങ്ങൾക്ക് നേരിട്ട് തൊട്ടറിയാവുന്ന വികസന പ്രവർത്തനങ്ങളാണ് പിണറായി സർക്കാർ നടപ്പിലാക്കിയത്. കരിച്ചാൽ കടവ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. 2,69,00,000 രൂപ ചെലവിൽ ചാട്ടുകുളത്തിന്റെയും 3 കോടി രൂപ ചെലവിൽ വേലൂർ കിടായിച്ചിറ നവീകരണവും ആരംഭിക്കാനായി. 1 കോടി രൂപ ചെലവിൽ ചെമ്മണ്ണൂരിലെ പുത്തൻകുളവും നവീകരിച്ചു. അതോടൊപ്പം വടക്കാഞ്ചേരി പുഴ സംരക്ഷണത്തിനായി കിഫ്ബി ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. പശ്ചാത്തല വികസനത്തിലൂടെ നാട് തൊട്ടറിഞ്ഞ വികസനത്തിന്റെ വസന്തകാലമാണ് പിണറായി സർക്കാർ നടപ്പിലാക്കിയത്. നാടെങ്ങും നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ മാത്രം 1498 കോടി രൂപയുടെ വികസനമാണ് ഈ കാലയളവിൽ നടപ്പിലാക്കിയത്. 1000 നാവുള്ള അനന്തനും പറഞ്ഞാൽ തീരാത്ത അത്രയും വികസന പ്രവൃത്തികളാണ് 8 വർഷ കാലയളവിൽ കേരളത്തിലുടനീളം നടന്നത്. ഇതിന്റെ ഭാഗമായി കുന്നംകുളവും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് സാക്ഷ്യം വഹിച്ചു. സിറ്റി ഗ്യാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കി വീടുകളിലേക്ക് കണക്ഷൻ നൽകി ഗ്യാസ് ഉപയോഗിക്കാനുള്ള സംവിധാനമൊരുക്കി. സിറ്റി ഗ്യാസ് പദ്ധതി പ്രകാരം കേരളത്തിൽ ആദ്യം വീടുകളിലേക്ക് ഗ്യാസ് എത്തിച്ച പ്രദേശങ്ങളിൽ കുന്നംകുളത്തിനും ഇടം പിടിക്കാനായി. സർക്കാരിന്റെ ഇച്ഛാശക്തിയും MLAയുടെ ഇടപെടലുമാണ് ലൈൻ വഴി ഗ്യാസ് വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി വിജയത്തിലെത്തിയത്. ഇതിനൊപ്പമാണ് വൈദ്യുതി മേഖലയിൽ ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിച്ച് ചരിത്രം സൃഷ്ടിച്ചത്. കേരളത്തിലെ പ്രധാന സബ്സ്റ്റേഷനുകളുടെ പരിധിയിലേക്കാണ് വൈദ്യുതി മേഖലയിലെ നൂതന സംവിധാനങ്ങളൊരുക്കി കുന്നംകുളം ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യത്തിലെത്തിച്ചത്. വികസന മേഖലയിലെ പട്ടികയിൽ സുവർണലിപികളിൽ എഴുതിച്ചേർക്കാവുന്ന നിരവധി പദ്ധതികൾ ലഭ്യമായത് സർക്കാരിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ്. വികസനം എന്നത് വലിയ കെട്ടിടങ്ങളും മികച്ച റോഡുകളും കുടിവെള്ളത്തിന്റെ ലഭ്യതയും മാത്രമല്ലെന്നും പ്രദേശവാസികളുടെ സാംസ്കാരിക വികാസവും കൂടിയാണെന്ന് ഭരണാധികാരികൾക്ക് ദീർഘവീക്ഷണം ഉണ്ടായതിന്റെ ഭാഗമായാണ് ദേശീയ സരസമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള ഭാഗ്യം കുന്നംകുളത്തിനുണ്ടായത്. 2019 കുന്നംകുളത്ത് നടന്ന സരസമേള വിജയകരമായിരുന്നു. 2017 23 നടത്തിയ നിലാവെട്ടവും കുന്നംകുളത്തിന്റെ സാംസ്കാരിക ചരിത്രശേഷിപ്പിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. കേവലം 8 വർഷത്തെ വികസന പ്രവർത്തനങ്ങളാണിത്. ഇവിടെ പരാമർശിച്ചതിനേക്കാൾ ഇരട്ടിയാണ് പരാമർശിക്കാതെ പോയ വികസന പദ്ധതികൾ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ജനങ്ങൾക്കൊപ്പം സഞ്ചരിച്ച ജനകീയ സർക്കാരിന്റെ വികസന പദ്ധതികൾ നാടെങ്ങും ഇനിയും വ്യാപിക്കും. വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനൊപ്പം സാന്ത്വന സ്പർശമായും കരുതലും കൈത്താങ്ങുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിവരാനും ജനകീയ സർക്കാർ സന്നദ്ധമായി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് പരിഹാരം കാണാൻ ജനപ്രതിനിധികൾ മുന്നോട്ട് വന്നതോടെ നീണ്ട നാളുകളായി പരിഹാരം കാണാതിരുന്ന പ്രശ്നങ്ങൾ നിമിഷനേരം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2021 ഫെബ്രുവരി 2 സാന്ത്വന സ്പർശം എന്ന പേരിലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2023 മെയ് 26 കരുതലും കൈത്താങ്ങും എന്ന പേരിലും 2023 ഡിസംബർ 4 നടന്ന നവകേരള സദസ്സിന്റെ ഭാഗമായും പരാതി പരിഹാര അദാലത്തുകൾ നടപ്പിലാക്കിയതുവഴി നിരവധി പേരുടെ പരാതികളും പ്രശ്നങ്ങളും മന്ത്രിമാരുടെയും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞതും സർക്കാരിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ്. സാന്ത്വന സ്പർശവും കരുതലും കൈത്താങ്ങും പിന്നിട്ട് ജനകീയ സർക്കാർ ചരിത്രത്തിലാദ്യമായി
ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്നതിനും ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കുന്നതിനുമായി നടത്തിയ നവകേരള സദസ്സ് കേരളം ഒന്നാകെ നെഞ്ചേറ്റി.